നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവരെ ആക്രമിച്ചും വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചും നിന്റെ അച്ഛൻ വിശ്വനാഥൻ കൊണ്ടുവന്ന സമ്പത്തല്ല ഈ കുടുംബത്തിലുള്ളത്. അധ്വാനിച്ച് വേർത്ത് പണിയെടുത്തതിന്റെ അത് ചവിട്ടിക്കുഴയ്ക്കാൻ സാധിക്കുമെന്ന് നീ അങ്ങ് വിശ്വസിച്ചു. എന്റെ മകൻ, എന്റെ കുടുംബം, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞിട്ടും ഞാൻ നിന്നെ വിശ്വസിച്ചു. ഈ വീടിനകത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതേ ഈ ഞാനാ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്ഥാനം കമ്പനിയിൽ നിനക്ക് ഞാൻ അനുവദിച്ചു തന്നു. നിനക്കെന്റെ മോനെ കൊല്ലണോ? ഈ കുടുംബത്തെ ഇല്ലാതാക്കണോ? ഈ സിറ്റിയിലെ നടുതെരുവിൽ ഞാൻ ഭ്രാന്തിയെ പോലെ ഇരുന്ന് കരയുന്നത് നിനക്ക് കാണണം അല്ലടി? കഴിഞ്ഞോ? എല്ലാവർക്കും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലൊരു 100 ചോദ്യങ്ങളുടെ മുമ്പില് ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും കൂടി തല താഴ്ത്തി നിന്നത്. നാടടച്ച് വിളിച്ച ഒരു കല്യാണ പന്തലിൽ അതിന്റെ മണവാട്ടിയായി ഒരുങ്ങി നിന്ന് കല്യാണത്തിന്റെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കി നിൽക്കുമ്പോ എന്റെ കഴുത്തിലിടേണ്ട താലി ഇവൻ, ഈ നിൽക്കുന്ന സൂര്യ, ഇവളുടെ കഴുത്തിൽ കെട്ടിയത് ഓർമ്മയുണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ നെഞ്ചു പൊള്ളിയല്ലേ? പക്ഷെ അന്ന് എന്റെ കുടുംബത്തിന്റെ നെഞ്ചു പൊള്ളിയത് നിങ്ങൾക്കൊക്കെ നിസ്സാരമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ സൂര്യ കാണിച്ച ഒരു അബദ്ധം, അത് ഞാനും എന്റെ കുടുംബവും പൊറുക്കണം. അതെവിടത്തെ ന്യായോ? ഇപ്പൊ എന്നെ ചോദ്യം ചെയ്ത ഏതെങ്കിലും ഒരാൾക്ക് അതിന് മറുപടി പറയാനുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ നിങ്ങളെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചതില്, ഈ കുടുംബം കുളം തോണ്ടണമെന്ന് ആഗ്രഹിച്ചതില് എന്താ തെറ്റ്? ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നശിച്ചു പോയ ഞാൻ നിങ്ങളൊക്കെ സുഖിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നിക്കണമെന്നോ? വിശ്വനാഥന്റെ മകൾ മിത്ര അത് പഠിച്ചിട്ടില്ല. ഒരടി കിട്ടിയ അടിച്ചവന്റെ കൈ അനങ്ങാതാവുന്നത് വരെ തിരിച്ചടിക്കാനാ ഞാൻ ശീലിച്ചിട്ടുള്ളത്. ഈ നിൽക്കുന്ന കനകയെ തെളിവടക്കം പിടിച്ചതുകൊണ്ടോ, ഇത്രയൊക്കെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതുകൊണ്ടോ നിങ്ങളിൽ ആരെങ്കിലും വീരന്മാരായിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, നിന്റെ ബർത്ത്ഡേ ദിവസം നിന്റെ കാമുകനെ ഞാൻ നിന്റെ മുറിയിലേക്ക് അയച്ചു. പക്ഷേ നിന്നോട് അവന് മുറി തുറന്നു കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? ആളുകൾ അന്വേഷിച്ചു വരുമ്പോ അവനെ ബാത്റൂമിൽ ഒളിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നീ എന്താ പറഞ്ഞത്? മനമയക്കുന്ന വാഗ്ദാനങ്ങളുമായിട്ട് നിന്നെ ഒരാള് വിളിച്ചു. വിളിപ്പിച്ചത് എന്റെ മിടുക്കാടി.
പക്ഷെ അത് കേട്ടപ്പോഴേ സ്വന്തം കുടുംബത്തിനെ ലാഭത്തിന് വേണ്ടി ചതിക്കാൻ തോന്നിയത് നിനക്കല്ലടി. അതില് മിത്രക്ക് എന്താടി പങ്ക്? നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നത് സൂര്യയെ ഇപ്പോഴും എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ. അപ്പോ നിങ്ങളത് നടക്കില്ലെന്ന് എന്നോട് പറഞ്ഞോ? എന്റെ ആഗ്രഹം തെറ്റാണെന്ന് പറഞ്ഞ് എന്നെ തിരുത്തിയോ? ഇല്ലല്ലോ. പകരം എന്താ പറഞ്ഞത്? ഏതെങ്കിലും വിധത്തിൽ നന്ദിനിയെ ഇല്ലാതാക്കിയിട്ടായാലും എന്റെ സൂര്യ നിന്നെ വിവാഹം കഴിക്കും എന്നല്ലേ? എന്നിട്ടാ നിങ്ങളിപ്പോ അമ്മയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുത്തു തരുന്നോ? ഇതൊന്നും കേട്ട് നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്നാ എല്ലാവരും കേട്ടോ, ഇപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നു. എല്ലാം അവസാനിപ്പിച്ചിട്ടല്ല, എന്റെ മനസ്സിലുള്ള പ്രതികാരം ഒന്നുകൂടി ഉരച്ച് മിനുക്കിയിട്ട്. കാലം എത്ര കഴിഞ്ഞാലും മിത്രയുടെ പക നിങ്ങൾ അനുഭവിക്കും. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഞാൻ വേട്ടയാടൂന്ന് പറഞ്ഞ ഞാൻ വേട്ടയാടിയിരിക്കും.